കഴിയും. ഇപ്പോൾ അബ്ദുസമദ് സമദാനി MD അനുസ്മരിക്കുകയാണ്. ഒരു കടൽ, ആ കടൽ ഉള്ളിലും കൊണ്ട് നടന്നു. അത് കഥാപാത്രങ്ങളിലേക്കും പകർത്തി. എഴുത്തിലായാലും ചലച്ചിത്രത്തിലായാലും വലിയൊരു സ്വത്വബോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചു. സ്വത്വബോധം, ഞാനെന്ന അഹങ്കാരമല്ല, ഞാനെന്ന സ്വയം ബോധം, സ്വത്വബോധത്തിൻ്റെ രാജശില്പി എന്ന് വേണമെങ്കിൽ MT വിളിക്കാം. വാങ്മയത്തിൻ്റെ രാജശില്പി എന്നതോടൊപ്പം MT ഒരിക്കൽ പറഞ്ഞതോർക്കുന്നു, അറബ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന നാൽക്കാലികൾക്ക് ഏത് മരണമാണ് തനിക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, അതിൽ ഞാനില്ല, ഞങ്ങളെ ഉള്ളൂ എന്ന്. സമൂഹത്തിലും ഞാൻ എന്ന വ്യക്തിത്വത്തോടെ മനുഷ്യൻ ഉയർന്നു നിൽക്കണമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും തൻ്റെ കാലഘട്ടത്തെപ്പറ്റി ആഴത്തിൽ ആലോചിക്കുകയും മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് MT ഇവിടെ ചൊല്ലിയിട്ടുള്ളത്. മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് ഇനിയുള്ള കാലത്ത് നമുക്കേറെ ചിന്തിക്കേണ്ടി വരും. MTയുടെ വേർപാട് നമ്മയൊക്കെ വളരെ ദുഃഖിപ്പിക്കുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂടി അനുഭവിച്ച ജീവിത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ള ആളെന്ന നിലയിൽ വളരെ അടുത്ത അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം, ആ മഹത്തായ സ്നേഹസ്പർശത്തെ, അതിന് ഭാഗ്യമുണ്ടായതിൽ കൃതാർത്ഥതയോടെ ആദരങ്ങളോടെ അദ്ദേഹത്തിന് വിട ചൊല്ലുന്ന 10,000-ങ്ങളിൽ നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്നു.